വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ്. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് കുക്കറി ഷോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഇന്നിപ്പോൾ എന്തായാലും ഞാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ്, ഞാൻ തന്നെയാണ്. അപ്പോൾ കുക്കറി ഷോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോട്ടീൻ ബാർ എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രോട്ടീൻ ബാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. നാട്ടിലിപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇന്നത്തെ സാധനങ്ങൾ. ഇതും കൂടി ഉൾപ്പെട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് നോ ആഡഡ് ഷുഗർ. പിന്നെ ഇതാ പിസ്തയുടെ കാര്യം നിങ്ങൾ ഒന്നും പറയുന്നില്ല, കാരണം അത് തൊലിക്കാൻ കുറച്ച് പണിയാണ് മക്കളെ. ഞാൻ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ പംകിൻ സീഡ്, ചിയ സീഡ്, വാൾനട്ട്സ്, ഡ്രൈ ഡേറ്റ്സ്, പിന്നെ ബദാം, ഇതെല്ലാം കൂടിയിട്ട് ഒരു പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാൻ പോവാം. ഡാർക്ക് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ട്. നോ ആഡഡ് ഷുഗർ ആട്ടോ. അതന്നെ എടുക്കാൻ നോക്കണേ. അപ്പോൾ അതൊരു പാൻ എടുക്കാം. ഈ പാൻ എന്തിനാന്ന് വെച്ചാൽ ഈ ഡ്രൈ ഡേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്കൊന്ന് പാനിൽ വറുത്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളിപ്പോൾ പാനിലിട്ടു, വറുത്ത് എടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ പാനും പോകുന്നുണ്ട്. അതിലേക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. 8 മിനിറ്റ്. നമുക്കിപ്പോൾ ഇത് വറുത്തിട്ട് കാണാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ട് മാറ്റി, കാരണം അത് ശരിയല്ല ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് അത് 5 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തു, ജസ്റ്റ് ചൂടാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് അത് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ മിക്സി യൂസ് ചെയ്യില്ല, ബ്ലെൻഡ് ചെയ്യുന്നൊരു സാധനം വേറെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അതിനുള്ളിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്യണം. വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമുക്കത് മെൽറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. കേട്ടോ, നല്ല മണമുണ്ട്. ഞാൻ ഒരു പീസ് എന്തെങ്കിലും കഴിക്കും. ഓക്കെ, നമ്മളിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഞാൻ ഗ്യാസ് മനപ്പുറം കൂട്ടിയില്ല, കാരണം എന്താ വെച്ചാൽ ചൂടാവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നമുക്കത് ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തു, കാരണം ബ്ലൈൻഡ് ചെയ്യുമ്പം എൻ്റെ കൂടെ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് ബ്ലൈൻഡ് ചെയ്യുമ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തു. പിന്നെ അതിന് മേലെ ഞാൻ ഡ്രൈ ഡേറ്റ്സ് എടുത്തു കേട്ടോ. അത് ഞാൻ കുരു കളഞ്ഞത് വേണം എടുക്കാൻ. കുരു ഞാൻ കളഞ്ഞു, അതും കുറച്ച് പണിയായിരുന്നു എടുക്കാൻ. അപ്പോൾ അത് ഞാൻ എടുത്തു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം, കാരണം നമുക്കിത് മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്യണത് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ്, കാരണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ബട്ടർ എടുത്തു കേട്ടോ. ബട്ടർ ഇതിൽ ആഡ് ചെയ്തു. ഇനി ഞാൻ കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് തൊടാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പം ഞാനിത് മിക്സ് ചെയ്തു. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പലതരം ഷേപ്പിൽ ആക്കാം. ഞാനിപ്പോൾ നേരത്തെ പ്രോട്ടീൻ ബാർ എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ പ്രോട്ടീൻ ലഡു എന്ന് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്കിത് റൗണ്ട് ഷേപ്പിലാക്കി കഴിഞ്ഞാൽ രാവിലെ നേരത്തെ വെറും വയറ്റിൽ നമുക്കിത് കഴിക്കാം, ലൈക്ക് ലഡു പോലെയോ. കാരണം ഇത് ഫുൾ പ്രോട്ടീൻ ആണല്ലോ, നമ്മുടെ ബ്രെയിനൊക്കെ അടിപൊളിയാണ്. സോ നമുക്കിനി ഇത് പലതരം ഷേപ്പിലാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആഡ് ചെയ്യും. എൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ലാത്തത് കാരണം ഞാനത് ബാറല്ലാതെ ലഡു പോലെ ആക്കി. അപ്പം റൗണ്ട് ഷേപ്പിൽ ഞാൻ ആക്കി. ഇനി നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഞാൻ ബാറാക്കുന്ന സമയത്ത് ഞാൻ ഇതിൽ ഡിപ്പ് ചെയ്തപ്പം ഇതെല്ലാം കൂടി പൊടിഞ്ഞു, നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി. ഇനി ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. കാരണം ഇതൊന്ന് സെറ്റ് ആവണം, അല്ലെങ്കിൽ ഇതൊന്നുകൂടി പൊടിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമുക്കിത് കാണാം. അപ്പം നമ്മുടെ പ്രോട്ടീൻ ലഡു റെഡി ആയിട്ടുണ്ട്. ഷേപ്പിലൊന്നും നിങ്ങൾക്ക് അധികം കാര്യമാക്കണ്ട. റൗണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ചോക്ലേറ്റൊക്കെ അതിന് മേലെ ഒഴിച്ചപ്പോഴേക്കും കുറച്ച് വേറെ ഷേപ്പായിട്ടുണ്ട്. കാണിച്ചു തരാം. ഹിയർ ഇതിന് റെഫ്രിജറേറ്ററിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് തണുപ്പിച്ച് വരുമ്പോഴേക്കും ഒന്ന് സെറ്റാവുമെന്ന് വിചാരിക്കണു. യെസ്, കാരണം ഇവിടെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുമ്പം അറിയാണ്ടൊന്ന് കൈ തട്ടിയതായി. ബാക്കിയെല്ലാം റൗണ്ടിലാണ്. പിന്നെ ചോക്ലേറ്റ് എല്ലാം അതിന് മേലേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ അത് കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണമെന്ന് മാത്രം. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സെറ്റ് ആകുമ്പോഴേക്കും കഴിക്കാം. നമുക്കപ്പം എടുക്കാം.
ഫ്രിഡ്ജിൽ നിന്ന് നോക്കരുത്. സ്നിക്കേഴ്സ് പോലെ ഉണ്ട് ഈ പിസ്താച്ചിയോ. ഇത് നേരെ കൊണ്ടുപോയി അമ്മടെ കൊടുക്കാം. പ്ലീസ് ഹാവ് ഇറ്റ്. അയ്യാ, അത് നല്ലത് നോക്കിയെടുക്കൂ. ഏതെങ്കിലും മുഖത്തൊരു വിദ്യുത്താരക്കളി. എനിക്കിതാ ഓർമ്മ വരുന്നതിന് ചോക്ലേറ്റ് ഉണ്ട്. നാട്ടിൽ നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കി അരിയുണ്ടയുടെ മണം. ഞാൻ കഴിക്കാറില്ല. അമ്മ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഷുഗർ ഒന്നും ഇല്ല, പേടിക്കണ്ട. പക്ഷെ അരിയുണ്ടയുടെ ചോക്ലേറ്റ് ഇട്ടാ ഗൈസ്, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഏതപ്പം എടുക്കുക? ഇത് തന്നെ എടുക്കാം. ചോക്ലേറ്റ് മുക്കി അരിയുണ്ട. എന്തായാലും നമ്മുടെ ഏജിൽ ഇതൊന്നും ചോക്ലേറ്റ് ഒന്നും ഞങ്ങൾ കഴിക്കില്ല. ഷുഗർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇത്രയും ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ കഴിക്കാറില്ല, നപ്പ് പിടിക്കും. പക്ഷേ എഫേർട്ട് എടുത്തതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല. എല്ലാം എനിക്കതിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് നല്ല, കാരണം ഞാനല്ല അടുക്കളയിൽ പോയിട്ട്, ഞാൻ ഇവിടെ ഫ്രീ ആയിരുന്നു. എല്ലാം കൊണ്ട് എഫേർട്ട് എടുത്തിട്ടൊക്കെ ചെയ്തു. പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ അരിയുണ്ടയിൽ ചോക്ലേറ്റ് മുക്കിയ പോലെ ഫീലായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഗുഡ്, നൈസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ട്രയൽസ് തന്നെ ഇത്രയും എഫേർട്ടാക്കി എടുത്ത സ്ഥിതിക്ക് ഗുഡ്, നൈസ്. തെറ്റൊന്നുമില്ല, കാരണം എല്ലാം പ്രോട്ടീനാണ്. എല്ലാം പ്രോട്ടീനായിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ് മുക്കിയത്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി പ്രോട്ടീനാ ശരിക്കും നമ്മുടെ ശരീരത്തിക്ക് ഹെൽത്തിയാണ്, പ്രോട്ടീനാണ്. പിന്നെന്താ, ചോക്ലേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. ചോക്ലേറ്റ് ഊണ് കഴിഞ്ഞിട്ടൊക്കെ ഒരു ചോക്ലേറ്റ്, ഒരു മധുരം കഴിക്കണം എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം. ഞാൻ ഇതിലത്തെ പൊതുവെ എനിക്ക് ചോക്ലേറ്റ് ഇത്രയൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് പകുതിയൊക്കെ ഓക്കെ ഞാൻ കഴിക്കും. ഫുള്ളൊന്നും എനിക്ക് കഴിക്കാനുള്ള ഇതൊന്നും അത്രയ്ക്കൊന്നും ഇതില്ല. പക്ഷെ കഴിക്കാം, ഒരു കുറ്റമൊന്നും പറയാനില്ല. അത് ആദ്യത്തെ എഫേർട്ട് ആയതുകൊണ്ട് ഇനി ഇതന്നെയാണോ ടേസ്റ്റ് പോയി ഇതിൽ എഫേർട്ടായി ഉണ്ടാക്കിയ ഇതിൻ്റെ അവരുണ്ടാക്കിയ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. ഇതാ ഫസ്റ്റ് ടൈം ഞാൻ അറ്റംപ്റ്റ് ചെയ്യണത്. വേറെ ലെവലത്തൊക്കെ ചോദിച്ചു നോക്കാം. ഇനി പപ്പട റേഷൻ അറിയണം, മാനസ റേഷൻ അറിയണം. പപ്പടിയും മാനസടിയും ഗൈസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ടിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ? അടുത്ത വ്ളോഗിൽ ഇനി നമ്മുടെ കുക്കറി ഷോ കോക്കറി നോക്കാം. കുഞ്ഞു കുഞ്ഞു നമ്മുടെ പാലക്കാട് സ്റ്റൈലൊക്കെ ഉള്ള കുഞ്ഞു പെട്ടെന്ന് 5 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാം. 5 മിനിറ്റ്സ് കൂടി വേണ്ട, എല്ലാം നമുക്ക് തട്ടിക്കുട്ടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം വിചാരിക്കും. ഞാൻ പെട്ടെന്ന് പല സാഹചര്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പെട്ടെന്ന് വ്ലോഗ് എടുക്കാൻ പറ്റിയ സമയത്തൊന്നും ആയിരിക്കില്ല എൻ്റെ കുക്കിങ്ങൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുക്കിങ്ങൊന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. മാനസയും അച്ഛനും ഇവിടെ ഇല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിരിക്കുകയാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. See you on the next video. Bye.